ആദ്യ സിനിമ കളവ് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സബ്ജക്റ്റും ഒരു മേക്കിംഗ് ഒക്കെ ആയിരുന്നു. രണ്ടാമത്തെ സിനിമ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും ഇതിന്റെ ഒരു ലൊക്കേഷൻ ഷിഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. പാമ്പും കയറും എന്നുള്ള സിനിമ, അത് അതിന്റെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ആരും എടുക്കാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം ഇത് ഏത് രീതിയിലാണ് ഇതിന്റെ പ്രേക്ഷകർ എടുക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം മലയാളിയുടെ ഒരു ലൈംഗിക സദാചാര ചിന്തകളും അതുപോലെയുള്ള കാര്യങ്ങൾക്കും നേരെ പിടിച്ച ഒരു കണ്ണാടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റിൽ അഭിനയിക്കാൻ ആർട്ടിസ്റ്റിനെ കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഒരു കാസ്റ്റിങ്ങിന്റെ കാര്യമാണെങ്കിലും ഭയങ്കര ചലഞ്ചിങ് ആണ്. പിന്നെ ലൊക്കേഷൻ ഷിഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും 2 സ്ഥലങ്ങളേ ഉള്ളൂ നമുക്കാകെ. ഒന്ന് അവരുടെ നായകന്റെയും നായികയുടെയും വീട്, പിന്നെ ഉള്ളത് അവർ മദ്യപിക്കുന്ന ഒരു കടമുറി. ഈ 2 സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ ആർട്ടിസ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ നിയാസ് ബക്കർ എന്നുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം പല രീതിയിൽ തിരക്കുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ക്യാരക്ടർ അഭിനയിക്കുമ്പോഴാണ് ആ സബ്ജക്റ്റിന്റെ ഒരു പ്രാധാന്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുക. ചിലപ്പോൾ അദ്ദേഹത്തെക്കാളും നന്നായി അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇദ്ദേഹം ഈ ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ അദ്ദേഹം കുറെ കൂടി അറിയുന്ന, തിരിച്ചറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്തരം സബ്ജക്റ്റിൽ അഭിനയിക്കുമ്പോഴായിരിക്കും ആ സബ്ജക്റ്റിന്റെ പ്രാധാന്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചൊരു സിനിമ കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീജ അവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യാന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. ശ്രീ ചേച്ചിയുടെ കാസ്റ്റിംഗ് ഈ പറഞ്ഞ പോലെ അബുക്ക തന്നെയായിരുന്നു. അബുക്ക അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ശ്രീ ചേച്ചിയുടെ കാര്യം, ആക്ഷൻ ഹീറോ ബിജുലൊക്കെയാണ് ശ്രീ ചേച്ചിനെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു നമ്മുടെ മൈൻഡിൽ. പക്ഷെ പുള്ളിക്കാരി അങ്ങനെയല്ല, പുള്ളി വേറൊരു ഭയങ്കര മോഡേൺ ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നത് കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക്, ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യയായിട്ട് പെട്ടെന്നായിരുന്നു അവരുടെയൊക്കെ സ്വിച്ചിങ്. അവരൊന്നും വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അവരൊക്കെ വന്ന് നിന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇതാവും. നമ്മളിത് ഇങ്ങനെ കണ്ടു നിൽക്കായിരുന്നു ഇവരുടെയൊക്കെ ഈ പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ നടരാജേട്ടൻ പറഞ്ഞു കൊടുക്കുന്നു, അവര് അതിന്റെ അപ്പുറത്തേക്കാണ് അവരുടെ ബാക്കിയുള്ള പെർഫോമൻസും ഇതൊക്കെ. വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളിതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ.